വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈനസ് മൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാത്തതിന്റെ കാരണം നമുക്കിപ്പോൾ എനിക്കൊരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പനി, അസുഖം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മൾ ചെയ്യാതിരുന്നത് അവൻ ഒന്നിനും സമ്മതിക്കത്തില്ല. അപ്പം നമ്മളെവിടെയും പുറത്തോട്ടൊന്നും പോയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടായിരുന്നു നമ്മളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ വേറൊന്നുമല്ല. അപ്പോൾ അതെ, ഇതാണ് വിഷയം. ഇതാണ് നമ്മളിപ്പോൾ ഞാൻ എവിടെ കൊണ്ടുപോകുമ്പോഴും ഉപയോഗിക്കുന്ന ഒരു ബാഗാണ്. ഇപ്പൊ എല്ലാവരും വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം, അപ്പം ഞാനും ചെയ്യാൻ നോർത്തു. അപ്പോൾ ഇത് എൻ്റെ ബാഗാണ്. അപ്പം ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ കാണാന്ന് കരുതുന്നു. അപ്പൊ ഇതാണ് എൻ്റെ ബാഗ്. ഇത് നമ്മൾ ഒരു വർഷം പോലും ആയിട്ടില്ല വാങ്ങിച്ചിട്ട്. നമ്മുടെ സാധാരണ ബാഗാണ്, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ച ബാഗ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന സംഭവം കണ്ടോ? സൂം ചെയ്യാം. ഇത് നമ്മുടെ ഇത് എന്താന്ന് മനസ്സിലായോ? അത് മനസ്സിലായവർ കമന്റ് ചെയ്യട്ടോ. ശരിക്കും അരളിപ്പൂ അത് ഒരു 2 വർഷം അടുപ്പിച്ച് നമ്മുടെ വീടിന്റെ വാതിക്കൽ നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ. നമ്മളതൊരു ഐശ്വര്യമൊക്കെ ആയതുകൊണ്ട് നമ്മളതങ്ങനെ അരളിയുടെ താഴെ നിറച്ച് കുഞ്ഞു തുളസിയുണ്ട്. നിറച്ചുണ്ട്. ആ ഒരു ഭാഗം മുഴുവൻ തുളസിയാണ്. നമ്മൾ മുന്നേ ഇട്ട വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് അത് മുറിക്കാത്തത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ പുറത്ത് വെച്ച് വീഡിയോ എടുക്കുന്നതിന്റെ കാരണം നമ്മുടെ ശിവക്കുട്ടന് ഉറങ്ങുവാണ്. അപ്പൊ നമ്മൾ പുറത്ത് വന്നിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഇത് ഫോണിന്റെ ക്യാമറയിൽ നോക്കിയപ്പോ നല്ല ഭംഗി പുറകിലത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാനും എന്തോ ഒരു സുഖം. അപ്പൊ നമുക്ക് എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ പറഞ്ഞു വന്നത് ഈ ബാഗ് സാധാരണ ബാഗാണ് കേട്ടോ. 600-700 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതില് എത്ര കള്ളികളുണ്ടെന്ന് പറയാം. 1, 2, 3, 4 അങ്ങനെ 2 വലിയ കള്ളി, ഇത് ചെറുതാണ് കേട്ടോ. അങ്ങനെ 2 ചെറിയ കള്ളി, അങ്ങനെ ടോട്ടൽ 4 എണ്ണമാണ് ഉള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യമേ ഈ പുറയിലത്തെ എൻ്റെ കുഞ്ഞു കള്ളിയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയാം. പിന്നെ അതിന് മുന്നേ ഈ ബാഗ് ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ വാങ്ങിച്ചിട്ടും. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞില്ലേ, ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും വീഡിയോ എടുക്കാനുള്ള ഒരു ത്രാണി ആയിട്ടില്ലെങ്കിലും കുറേ നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് കിട്ടിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ വീഡിയോസ് ഇടണമല്ലോ. അപ്പം നമ്മൾ വീഡിയോസ് ഇടാതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ബാഗ് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നെയാണ്. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം ആ ഒരു ബാഗ് ഇതാണ്. അപ്പോൾ ബാഗിൻ്റെ ഈ ആദ്യത്തെ ഇതിൽ നമുക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് കാണാം. പിന്നെ ഒരു ഡിസ്റ്റർബൻസ് വരാൻ കാര്യം നമ്മുടെ പുറകുവശത്ത് റോഡായതുകൊണ്ട് തന്നെ നമ്മൾ സൗണ്ട് ഉണ്ടായാൽ വണ്ടിയുടെയൊക്കെ സൗണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ബാഗിൻ്റെ ഫസ്റ്റ് നമുക്ക് തുടക്കാം. അപ്പം ആദ്യം ഞാൻ കൂടുതലും നമ്മുടെ ആ ഒരു എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഒന്ന് വീഴുകയോ പരിക്ക് പറ്റുക എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലുള്ള അങ്ങനെ എന്തെങ്കിലും ഞാൻ കൊണ്ടുപോകാറുണ്ട്. നമ്മൾ വിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിക്സില്ലേ, വേപ്പർ റബ്ബ്, ആ സംഭവമാണ്. അപ്പം ഇത് ഒന്ന്. പിന്നെ ഉള്ളത് ഈ 3 നമ്മുടെ തുള്ളിമരുന്നാണ്. അതെന്താന്ന് വെച്ചാൽ ഇത് എല്ലാത്തിനുള്ളതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയുടെ സൗണ്ട് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടാവും ഒന്നാമത്തെ രാത്രിയിൽ. പിന്നെ ദേ ഇത് നമ്മുടെ കാതിലൊഴിക്കുന്നത് എല്ലാം കുഞ്ഞു പിള്ളേരുടെയാണ് കേട്ടോ. ഇത് നമ്മുടെ നോർമൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, സലേന. പിന്നെ ഇത് സലേന മൂക്കിലൊഴിക്കുന്നത്. പിന്നെ ഇതും അയ്യാൻ്റെ ഇയർ ഡ്രോപ്സ് ആണ് കൂടുതലും കണ്ണിൽ ഒഴിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും കണ്ണിൽ ചെറിയ പോറലോ എന്തെങ്കിലും ഇങ്ങനെ തടയുന്ന പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒഴിച്ചാൽ നല്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക്.
അപ്പം അതേ ഈ സംഭവം കൂടി എപ്പോഴും ഞാൻ സ്ഥിരം വാങ്ങിച്ചെൻ്റെ ബാഗിൽ ഈ വിക്സിൻ്റെ കൂട്ടത്തിൽ വെക്കുന്ന കേട്ടോ. അപ്പം ഇത് ഇത്രയും വെച്ച് വയ്ക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കാലൊക്കെ പൊട്ടുന്നതുകൊണ്ട് ബെറ്റ്നോവേറ്റിൻ്റെ ആ ഒരു ക്രീം കൂടി മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ സിട്രിസൺ, അത് എനിക്ക് എപ്പോഴും ഉണ്ടാവും. ഇപ്പം എൻ്റെ ബാഗിൽ തീർന്നു പോയി കേട്ടോ, ഇപ്പം ഇതിൻ്റെ അകത്തില്ല. എപ്പോഴും ഉണ്ടാവും സിട്രിസൺ. അത് എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ദിവസവും ചിലപ്പോൾ 4-5 ഒക്കെ കഴിക്കുന്ന ദിവസങ്ങളുണ്ടാവും. കാരണം ശരിക്കും അങ്ങനെ കഴിക്കാൻ പാടില്ല, ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്തോ ഒരു കുഴപ്പമില്ല. പക്ഷെ കാലിന് അതാണെന്ന് തോന്നുന്നു, ഭയങ്കര പൊട്ടലും ഇത് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബെറ്റ്നോവേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിട്രിസൺ ഇപ്പം എൻ്റെ ബാഗിലില്ല, അപ്പോൾ അത് എപ്പോഴും ബാഗിലുണ്ടാവും. പിന്നെ ഉള്ളത് എവിടെയെങ്കിലും പോകുമ്പോഴേ ഇങ്ങനെ ഒരു ബുഷ് എടുത്തിട്ടേക്കും, ചുമ്മാ മുടിയൊന്ന് കെട്ടണമെങ്കിലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മള് 2-3 പൊട്ടില്ലേ, പൊട്ട്. ഈ ബാഗിനുള്ളിൽ വേറൊരു ബാഗ് ഞാൻ കൊണ്ടു കിടക്കും കേട്ടോ. പിന്നെ ഫോണും ചാർജറും ആധാർ കാർഡും ഞാനിപ്പോൾ പുറത്തെടുത്ത് വെച്ചിരിക്കും. കാരണം ഇപ്പോൾ ഇതങ്ങനെ എവിടെയും കൊണ്ടുപോകുന്നു. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വന്നതാണ്, അപ്പോൾ പെട്ടെന്ന് ഫോണും ചാർജറും ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ ദേ നമ്മുടെ ഈ ഒരു സംഭവം പിന്നില്ലേ, അത് എപ്പോഴും ഉണ്ടാവും. പിന്നെ അത്യാവശ്യമായിട്ട് ദേ ഈ ഒരു സംഭവം ഉണ്ടാവും. നമ്മുടെ എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ പോയാൽ പൂ വാങ്ങിച്ചാലോ എന്ന് ഓർത്തിട്ട് സ്ലൈഡ് വെക്കുന്നതാണ്, കമ്പി സ്ലൈഡ്. പിന്നെ എൻ്റെ അടുത്ത് കൂടുതലും ഈ കറുത്ത കുഞ്ഞി പൊട്ട് ഉണ്ടാവും. അത് വേറെ ഇത് ഞാൻ പറഞ്ഞില്ലേ, വേറൊരു ബാഗ് ഇതിനുള്ളിൽ ഉണ്ടാവും എന്ന് 1 സൈഡ് ഇരുന്ന. അപ്പം ആ ബാഗിലാണ് പൊട്ടൊക്കെ. അപ്പം നമ്മളിങ്ങനെ പൊട്ടിങ്ങനെ തൊടും. അപ്പം ഈ മോഡൽ പൊട്ടാട്ടോ കൂടുതലും ഇഷ്ടം, കറുത്ത പൊട്ട്. അപ്പം ആ ഒരു പൊട്ടും എപ്പോഴും ഉണ്ടാവും. അതും ഇപ്പം സ്റ്റോക്ക് തീർന്നു. അപ്പം സിട്രിസനും അതും സ്റ്റോക്ക് തീർന്നു. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഇത് ലിപ് ബാം ആണ്, വാദിയുടെ. ഇത് ഒരു ഉപയോഗവും ഇല്ല. പക്ഷെ ഇത് എൻ്റെ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, എൻ്റെ മകള് സ്ഥിരം ഇതിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. വാദി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഒരു 5-6 ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇത് ലിച്ചിയുടെ ആണെന്ന് തോന്നുന്നു. ഇത് മിന്റ് ഫ്ലേവർ ആണ് കേട്ടോ. ഇത് ഈ സംഭവം ഈ ഒരു ലിപ് ബാം. അപ്പൊ ഇത് സ്ഥിരം അവള് യൂസ് ചെയ്ത്, അപ്പൊ എല്ലാം ഇങ്ങനെ എന്റെ ബാഗിലിടും. അല്ലെങ്കിൽ അവൾക്കൊരു ചെറിയൊരു ബാഗ് ഉണ്ട്, അതിലും ഇട്ടിട്ടുണ്ടാവും. എന്റെ ബാഗിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഉള്ളതിൽ ഇത് അങ്ങ് ക്ലോസ് ആയി. ഇതിൻ്റെ അകത്ത് ഇനി ഒന്നുമില്ല. അപ്പൊ നമുക്കിത് എല്ലാം കൂടി അവസാനം എടുത്ത് വെക്കാം. പിന്നെ ഉള്ളത് ഈ കലയേട്ടാ, അതിലെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതിലാണ് കുറച്ചും കൂടി. ആദ്യമുള്ളത് ഇത് ഈ പേന. ഇത് ഞാനിപ്പോൾ ടെറ്റിൻ്റെ കുറച്ച് പഠിക്കുന്നുണ്ടെന്ന് പറയില്ല. അപ്പം അതിൻ്റെ എഴുതാൻ എനിക്ക് എപ്പോഴും എഴുതുമ്പോൾ ജെല്ലിൻ്റെ ബ്ലൂ കളർ പേന ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഇന്നലെ വാങ്ങിച്ചേട്ടാ. ഇത് മുന്നേ യൂസ് ചെയ്തത് തീർന്നതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഇപ്പം ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബുക്കിൻ്റെ അകത്തായതുകൊണ്ട് അവിടെ വെച്ചിട്ട്. അപ്പം അങ്ങനെ 2 പേന. പിന്നെ ഇത് നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് നമ്മുടെ നിതിൻ്റെ വീട്ടിലെ താക്കോലും എൻ്റെ അലമാരിയുടെ താക്കോലൊക്കെ എൻ്റെ കയ്യിലാട്ടാം. പിന്നെ ഉള്ളത് ഇത് ഒരു ഫെവിക്വിക്ക് എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ പൊട്ടിയാലൊട്ടിക്കാലോ എന്ന് ഓർത്തിട്ടാണ്. അതുപോലെ അലമാരിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു കീച്ചെയിൻ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അലർജിക്ക് പോയപ്പോൾ പുതിയൊരു ഡോക്ടറെ കാണിച്ചായിരുന്നേ. അപ്പം ഡോക്ടറെ കാണിച്ചതിൻ്റെ ചീട്ടാണ്, ആ ചീട്ടും കൂടി. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതെല്ലാം ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം. ഇപ്പം കൂടുതൽ രാത്രിയാണ്. ഇപ്പം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇപ്പം തന്നെ എടുത്ത് എല്ലാം വെക്കുന്നതായിരിക്കും സേഫ്. അപ്പം അതത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ എന്ന് ഓർത്തിട്ടാണ്, ഒന്നും തോന്നരുത്. പിന്നെ ഈ ഒരു വലിയ ബോക്സിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം, അവസാനം കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് കുഞ്ഞിൻ്റെ ഈ ഒരു തൊപ്പി ഉണ്ടാവും. ഇതെപ്പോഴും ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ കഴുകി ഡെറ്റോളൊക്കെ ഒഴിച്ച് എപ്പോഴും വെച്ചേക്കും. ബാഗിൽ കുറേ നാൾ കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ ബാഗിൽ എന്നല്ല, നമ്മുടെ അലമാരിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഡ്രസ്സുകൾ അങ്ങനെ ഒരുപാട് നേരം വെക്കേണ്ട, പ്രത്യേകിച്ച് കുട്ടികളുടെ. കുറേ നാൾ വെച്ചേണ്ടിരിക്കരുത്. നമ്മളിടയ്ക്ക് എടുത്ത് കഴുകിയോ ഒന്ന് വെയിലത്ത് തന്നെ ഉണക്കി വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്.
ഡേറ്റുകളൊക്കെ മുക്കിയെടുത്ത് വെക്കുന്നതാണ്. അപ്പം ഇത് തൊപ്പി, ഇത് ഇതെൻ്റെ മൂത്ത മോളുടെ കേട്ടോ, നമ്മുടെ ശിവക്കുട്ടൻ്റെ അല്ല, മൂത്ത മോക്ക് ഇപ്പോൾ 6 വയസ്സായി. അവള് 1ാമത്തെ വയസ്സിൽ ഞങ്ങൾ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പഴനിക്ക് പോയപ്പോൾ അവിടെ നിതിൻ്റെ കൂട്ടുകാരനും വൈഫും കൂടി മാരേജ് കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ മോക്ക് വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പം അവർ 6 വർഷം പഴക്കമുണ്ട്. നമ്മൾ പാലക്കാട് സൈലന്റ് വാലി ആണെന്ന് തോന്നുന്നു, എവിടെയോ ഒരു എനിക്ക് സ്ഥലത്തിന്റെ പേരെഴുതിയിട്ടില്ല, പോയിട്ട് വരുന്ന വഴി വാങ്ങിച്ചു തന്നെ കേട്ടോ. അവിടെ പോയപ്പോൾ പാലക്കാട് എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പോൾ വാങ്ങിച്ചു തന്നാണ്, വരുന്ന വഴി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചു കേട്ടോ ഈ ഒരു തൊപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇട്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം അതിങ്ങനെ അവൻ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഇതൊക്കെ. ഫോട്ടോസൊന്നും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു, നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ ഇടുമ്പോൾ നല്ല രസമാണ്, ഇങ്ങനെ ക്യൂട്ടായിട്ടിരിക്കും അത്. അങ്ങനെ പിന്നെ ഉള്ളത് ഈ ഒരു തൊപ്പി. ഇത് കുറേ കുട്ടികളുടെ കയ്യിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു തൊപ്പി ഉണ്ട് കേട്ടോ. ഇതും എൻ്റെ ഫേവറേറ്റ്. ഇതും അവൻ ഇടുമ്പോൾ നല്ല രസമാണ്. ഇതെടുത്ത ഫോട്ടോസും കുറേ ഉണ്ട് കേട്ടോ. വന്നടി വന്നടി വന്നടി. അപ്പൊ എൻ്റെ മോൻ നമ്മുടെ കയ്യിലിരുന്ന് ഉറങ്ങട്ടെ. അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ വേറെ ഉള്ളത് ഇതിൻ്റെ അകത്ത്, ഇത് നമ്മുടെ കൊന്തയില് എനിക്ക് ഭയങ്കര കൃപാസന മാതാവിനെ ഭയങ്കര വിശ്വാസമാണ്. അപ്പം അവിടുത്തെ കൊന്തയല്ല എങ്കിലും കുരിശുമാല ഇത് വേളാങ്കണ്ണിയിലാണ്. അപ്പൊ അത് ഇതിന്റെ ഫ്രണ്ടിന്റെ അമ്മ പോയപ്പോൾ ഇതിന് മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടാട്ടാ. അപ്പൊ ഇതെപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കൃപാസന മാതാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, ഞാൻ കൃപാസന മാതാവ് കൃപാസനത്തിൽ പോയിട്ടുള്ളൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പക്ഷെ നിങ്ങൾ കുറേ പേര് എന്നോട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് പൈസ കൊടുക്കണോ, അവിടെ പോയിട്ട് വല്ല പ്രയോജനമുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പ്രാർത്ഥനകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ആഴ്ച എന്തായാലും ഞായറാഴ്ച ഇടുന്നതായിരിക്കും. അപ്പം കുറേ കാര്യങ്ങൾ ഞാൻ ചോദിക്കുക, ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടോ, പിന്നെ എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ ഞാൻ എന്തായാലും റിപ്ലൈ തരാം. ഒരു വീഡിയോ അടുത്ത ആഴ്ച എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു കല്ലിൽ. പിന്നെ ഉള്ളത് ഇതിലാട്ടോ. ഇതില് ആദ്യമേ കിടക്കുന്നത് ഇതാണ് കേട്ടോ, ഈ ഒരു സംഭവം. ഇതെന്താ വെച്ചാൽ എൻ്റെ മോനിങ്ങനെ ഇടയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഇത് ചുമ്മാ ഇതെന്തെങ്കിലും അമ്മ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പുറത്ത് കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇരിക്കുന്നതേ പുറത്താണ്. കാരണം അകത്ത് സീരിയൽ നടക്കണം, അതിന്റെ സൗണ്ട് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ റൂമിലെ ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിം ആയിട്ടുള്ള ലൈറ്റ്, ഒരു പല കളർ ഉള്ള ലൈറ്റാണ്. അപ്പം അതിലൊരു സുഖമില്ല. പിന്നെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് വേറെ ലൈറ്റ് നമ്മൾ ഇട്ടിട്ടായിരുന്നു. പക്ഷെ ആ ലൈറ്റ് ഇപ്പോൾ ഇല്ലെന്താനും നമ്മുടെ വീട്ടിലായിരുന്നു. അപ്പം ഈ ഒരു സംഭവം നമ്മുടെ പിന്നെ ശിവക്കുട്ടിന് എപ്പോഴും ഇങ്ങനെ കളിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഇട്ടിരിക്കുന്നതാണ്. ഇതിന്റെ താഴത്ത് ഇപ്പം ഇതിട്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചേച്ചിയുടെ കൂട്ടത്തിൽ ഇവൻ ചുമ്മാ ജംഗ്ഷൻ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി വാങ്ങിച്ചു കൊടുത്തേനെ ഇത്. അപ്പം അത് എപ്പോഴും ഈ ബാഗിലോട്ട് ഇട്ടേക്കാന്ന് ഓർത്ത് അങ്ങനെ ഇട്ടതാണ്. പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബോളോ, പിന്നെ നമ്മുടെ നമ്മളെ കുഞ്ഞിലെ വാങ്ങിച്ച ഇവനിങ്ങനെ കടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമില്ലേ, റബ്ബറിന്റെ നമ്മുടെ മീഷോയിലൊക്കെ കോംബോ വീതം കിട്ടുമല്ലോ, ആ സംഭവമാണ് കേട്ടോ സാധാരണ കൊടുക്കാറ്, എപ്പോഴും ബാഗിലുണ്ടാകുന്നത്. ഇപ്പം ഞാനത് മാറ്റിയിട്ട് ഇതായിട്ടിട്ടുള്ളത്. അപ്പം അതിനെന്തോ പേര് പറയും, പണ്ടൊക്കെ അറിയാമെന്ന് മറന്നുപോയി. പിന്നെ ഉള്ളത് ഇങ്ങനൊരു ടർക്കി ഉണ്ടാവും. ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളും എപ്പോഴപ്പോൾ അത്യാവശ്യമാണല്ലോ അങ്ങനെ. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ ടർക്കികളും ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ 2-3 ടർക്കി എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പേഴ്സ് ഉണ്ടാവും. ഈ പേഴ്സ് ഇപ്പോൾ വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പം ഈ പേഴ്സും ഉണ്ടാവും, എപ്പോഴും കയ്യിലുണ്ടാവും.
പിന്നെ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല കേട്ടോ, ഇപ്പൊ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ എന്തെങ്കിലും ക്യാഷോ കാർഡോ ആധാർ കാർഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കും. പിന്നെ ഞാൻ എപ്പോഴും കുഞ്ഞിന്റെ ഒരു എക്സ്ട്രാ ഒരു 2 നിക്കറും കാര്യങ്ങളും ഒക്കെ എടുത്ത് എക്സ്ട്രാ വെച്ചേക്കും. പിന്നെ ഒരു ഡ്രസ്സും എടുത്ത് വെച്ചേക്കും കേട്ടോ ഇങ്ങനെ. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഇങ്ങനെ മാറ്റേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഡ്രസ്സ് മാറ്റാറുണ്ട്. പിന്നെ എന്തെങ്കിലും പിന്നെ കർച്ചീഫ് അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ ഞാൻ ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഒരു കൊച്ചു സ്ലൈഡ് കിട്ടി, അതെടുത്തിട്ട് കേട്ടോ. അപ്പം സ്ഥിരം നമ്മൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കൂടുതലും ഒരു കാര്യം കൂടി കാണിച്ചില്ലല്ലോ, മറന്നുപോയി. ഇത് നമ്മൾ കുട എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ പോകുന്നില്ലാത്തത് കൊണ്ടും നിതിൻ പണിക്ക് പോകുന്നതുകൊണ്ടും നിതിൻ്റെ ബാഗിലാണ് കേട്ടോ കുട ഇരിപ്പുണ്ട്. കുടയും ഞാൻ എൻ്റെ ബാഗിൽ തന്നെയാണ് വെക്കാറുള്ളത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ. പുറത്ത് ചേച്ചിയുടെ പിള്ളേര് സ്പൂണിട്ട് തട്ടുന്ന സൗണ്ടായിട്ട് കേട്ടോണ്ടിരുന്നത്. പിന്നെ കൊണ്ടുപോകുന്നത് ഈ ഒരു സംഭവം, ഈ വെള്ളവും കുപ്പി അറിയാലോ, അത്യാവശ്യമായിരിക്കും. അപ്പൊ ഇതൊരു പാലോ കുറുക്കോ അല്ലെങ്കിൽ കൂടുതലും വെള്ളം തന്നെയാണ്. എൻ്റെ ശിവക്കുട്ടന്റെ ഇഷ്ടം വെള്ളമാണ്. അപ്പൊ അവന് ഞാൻ കൂടുതലും എവിടെയെങ്കിലും പോകുമ്പോൾ വെള്ളം തന്നെയാട്ടോ കൊണ്ടുപോകുന്നത്. അപ്പൊ എവിടെ പോയാലും ഇങ്ങനെ വെള്ളം തന്നെ നമ്മൾ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് പുറത്തിരിക്കുക കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇതിലേക്കെല്ലാം എടുത്തു വെച്ചിട്ട് വരാം. പിന്നെ എൻ്റെ ബാഗിലുള്ള സ്പെഷ്യൽ സംഭവങ്ങൾ ഒന്ന് കാണിച്ചു തരാവേ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സിൽ ഞാൻ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ പ്രത്യേകം എനിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചേട്ടാ. ഇത് കണ്ട ഇങ്ങനെ ഒരു 3 കള്ളിയുള്ളതാണ്. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം, തുറന്നു കാണിച്ചു തരാം. ഇതില് കുഞ്ഞുങ്ങൾക്കുള്ള സ്വീറ്റ് ബോക്സ് ആണ്. ഇത് ഞാൻ ഇതില് ഇപ്പതേ ഇങ്ങനെ 2 സ്പൂൺ ഉണ്ടാവും. സ്പൂണും ഉണ്ട്, ഫോർക്കും ഉണ്ട്. കണ്ടോ, ഫോർക്കും ഉണ്ട്. ഇപ്പൊ ഇന്ന് വെച്ചിരിക്കുന്നത് കുറച്ച് മഷ്മെല്ലോ അങ്ങനത്തെ സംഭവങ്ങളാട്ടോ. ഇങ്ങനെ മിൽക്കി ബാർ, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള മിഠായിസ്. എനിക്കിങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇതിൽ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. സൂക്ഷിച്ച് വെക്കുന്നതല്ല, ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ നല്ല രസമാണ്. അപ്പം അതിങ്ങനെ എടുത്തു വെക്കും. കണ്ടോ, ഇത് പേട പാക്കറ്റ്. നോർമൽ നമ്മുടെ കടയിലുള്ള സാധനങ്ങൾ തന്നെ, ഒരുപാട് വിലയുടെ ഒന്നുമില്ല. കുഞ്ഞു സാധനങ്ങൾ 5 രൂപ 10 രൂപയുടെയൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ. ഇത് മഷ്മെല്ലോ പാക്കറ്റ് കേട്ടോ. ഇത് ഞാൻ ഇന്ന് മാറ്റി വെച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ഇരുന്നത് മെനു ഇതല്ലായിരുന്നു, വേറെ ആയിരുന്നു. പിന്നെ ഞാൻ ഇതിൽ കൂടാതെ വേറെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് സ്നാക്സ് വേറെ നമ്മൾ ചിലപ്പോൾ പാത്രത്തിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള പാക്കറ്റായിട്ടുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ അതെ ഇതുപോലെയുള്ള ഡെപ്പയിൽ, ഇത് അലോവേര ജെല്ലിന്റെ ഡെപ്പിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഡെപ്പയിൽ നമ്മൾ ഇട്ട് വെക്കാറുണ്ട് എന്തെങ്കിലും നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഞാൻ കാണിച്ചു തരാം. സൗണ്ട് ഭയങ്കരമാണ്. ഇങ്ങനത്തെ കണ്ടോ, ഇങ്ങനത്തെ മിഠായിസ് ഇല്ലേ, 5 രൂപ 8 രൂപ അങ്ങനത്തെ മിഠായിസ് ഇങ്ങനെ എടുത്ത് നമ്മൾ വെച്ചേക്കും. അപ്പൊ ഇവര് ചോദിക്കുമ്പോൾ അങ്ങ് കൊടുക്കും. പിന്നെ ഇത് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമല്ല, ഇപ്പൊ എന്റെ മകൻ ഈ ബാഗ് കണ്ടു കഴിഞ്ഞാൽ അവനറിയാം ഈ സാധനം എന്തായാലും ഇതിന്റെ അകത്തുണ്ടെന്ന്. അപ്പൊ ഈ ബാഗും കൊണ്ട് ഓടി വരും. അപ്പൊ നമ്മൾ എടുത്ത് കൊടുക്കണം. അപ്പൊ ഒരുപാട് നിർബന്ധം പിടിച്ചാലേ ഞാനിങ്ങനെ കൊടുക്കാറുള്ളൂ. എപ്പോഴും ചോക്ലേറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പം അങ്ങനെ എപ്പോഴും കൊടുക്കാറില്ല, കൂടുതലും മിൽക്കി ബാറേ വാങ്ങാറുള്ളൂ കേട്ടോ. പിന്നെ അപ്പൊ അങ്ങനെ ഇടയ്ക്ക് കൊടുക്കും, ഇടയ്ക്ക് ഇതും കൊടുക്കും. പിന്നെ ഇതിലും മിഠായിസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതിലും ജീരക മിഠായി കേട്ടോ. കഴിക്കുമോന്ന് എനിക്കറിയില്ല. ജീരക മിഠായി കൂടുതലും വലിയ താല്പര്യമില്ല. പിന്നെ ഈ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ചുമ്മാ കളിച്ചോണ്ടൊക്കെ നടക്കും. അപ്പൊ അതും ഇങ്ങനെയുള്ള മിഠായിസ് എടുത്ത് വെച്ചേക്കും. അല്ലെങ്കിൽ ചെറിയ ബിസ്ക്കറ്റുകളില്ലേ, നല്ല ഭംഗിയുള്ള ബിസ്ക്കറ്റുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്തൊക്കെ ഇട്ട് വെക്കും. ഇങ്ങനെയുള്ള കുറേ അലോവേര ജെല്ലിന്റെ പാക്കറ്റ് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് ഇട്ട് വെക്കും.
പിന്നെ ഇതിങ്ങനെ പല സ്ഥലത്തായിട്ട് വെച്ചേക്കും ബാഗിൻ്റെ അകത്ത്. അപ്പം എല്ലാ കളിയിലും മാറി മാറി വെച്ചേക്കും. അതെൻ്റെ ഒരു എനിക്ക് അതിങ്ങനെ ഞാനിപ്പോൾ എവിടെ സ്നാക്സ് നമ്മൾ മേടിക്കാൻ പോകും ആഴ്ചയിൽ, അപ്പോൾ പോകാൻ നേരത്ത് ഇവർക്ക് വേണ്ടിയിട്ട് മേടിക്കാൻ പോകുമ്പോൾ എൻ്റെ ബാഗിലേക്ക് ഞാനും എടുത്ത് വെക്കും. എന്നിട്ട് ചിലപ്പോൾ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഒരാഴ്ചയിൽ ഇവനാണെങ്കിലും നമ്മുടെ കാത്തുമ്പി ആണെങ്കിലും ഓടി വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു കൊടുക്കും, അങ്ങനെ പോകും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ എടുത്തു കൊടുക്കും. കുറേ നാളത്തേക്ക് നമ്മൾ സ്ഥിരം അങ്ങനെ എടുത്ത് അടച്ചുപൂട്ടി വെക്കാറില്ല. കൊടുക്കണം, നമ്മൾ വെച്ചുകൊണ്ടിരുന്നാലും അത് വെച്ച് കൊടുക്കുന്നത് പാടില്ലല്ലോ, ഫുഡും ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ അത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ ബാഗ്. അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ കുഞ്ഞുമായിട്ട് പോകുമ്പോൾ ഉള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലുള്ളത്. കുഞ്ഞിൻ്റെ മരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ 2-3 ദിവസത്തേക്കുള്ളെങ്കിൽ അങ്ങനെ എടുത്തു വെക്കാറുണ്ട്. അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബാഗിലുള്ളത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കണ്ടന്റ് ഇതായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറയിൽ അപ്പുറത്ത് വയലിൻ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. അവൻ്റെ അനിയനാണെങ്കിൽ ഈ തട്ടലും മുട്ടലും ഒക്കെയാണ്, അപ്പം ആ സൗണ്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ സീരിയലിൻ്റെ സൗണ്ട്, പുറത്തമ്മ പണിയെടുക്കുന്ന അതിൻ്റെയൊക്കെ സൗണ്ടുണ്ട്, പാത്രം കഴുകുന്നതിൻ്റെ. അപ്പം എല്ലാം ഒക്കെ സഹിച്ചും ക്ഷമിച്ചും എൻ്റെ വീഡിയോസ് കണ്ടു സഹകരിച്ചതിന് നന്ദി. കാരണം പിന്നെ സഹകരിച്ച് നന്ദി എന്നല്ല, സഹകരിക്കണം. പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ അതെൻ്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ. കാരണം കുറേ നമ്മുടെ ശിവക്കുട്ടൻ ഉറങ്ങുന്നത് എഴുതിയാണ് ഞാൻ പുറത്ത് വന്നിരുന്നത്. പക്ഷെ അവൻ പിന്നെ നമ്മുടെ കൈ വന്നിരുന്നു, ഇപ്പം കണ്ട ഉറങ്ങുകയും ചെയ്തു. രാത്രിയല്ലേ കുഞ്ഞിനെ കൊണ്ട് അകത്ത് പോകുന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. കമൻസ് വന്നാലോ ഒന്നും പറയാനില്ല. ഞാനിതൊന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇപ്പം തന്നെ അകത്ത് കയറി പോകും കേട്ടോ. കുറേ നേരമൊന്നും പുറത്ത് കുത്തിയിരിക്കത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് പുതിയ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരെ ടാറ്റാ.